ആരി വർക്കിൻ്റെ ക്ലാസ്സിൽ ബട്ടൺ ഹോൾ ഡബിൾ ബട്ടൺ ഹോളും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു. ഇനി ചെയ്യുന്നത് ബട്ടൺ ഹോൾ ഫില്ലിംഗ് ആണ്. അതിനായിട്ട് 2 ലൈൻസ് ബട്ടൺ ഹോൾ സ്റ്റിച്ചിൽ ചെയ്ത പോലെ തന്നെ താഴത്തെ ലൈനിൽ നിന്ന് മുകളിലേക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് താഴേക്ക് വലിച്ചിട്ട് അതിൻ്റെ നേരെ ചോട്ടിൽ തന്നെ ചെറിയൊരു കുട്ടി സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നേരെ മുകളിലേക്കാണ് സ്റ്റിച്ച് കൊണ്ടുവന്നത്. ബട്ടൺ ഹോൾ സ്റ്റിച്ചിലൊക്കെ നമ്മൾ വലത്തേക്ക് കൊണ്ടുപോയിട്ടാണ് മുകളിലോട്ട് കൊണ്ടുപോയത്. ഇതിൽ വലത്തോട്ട് കൊണ്ടുപോകാണ്ട് തന്നെ നേരെ മുകളിലേക്ക് തൊട്ടടുത്ത് തന്നെ, നേരത്തെ എടുത്തില്ലേ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ, ഗ്യാപ്പ് ഒന്നും ഇല്ലാണ്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് താഴേക്ക് വലിച്ചിട്ട് അതിൻ്റെ നേരെ ചോട്ടിൽ തന്നെ ഒരു ചെറിയ കുട്ടി സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. ഇനി അതിൻ്റെ അടുത്തേക്കാണ് കൊടുക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് താഴോട്ട് വലിച്ചിട്ട് താഴത്തെ അതിൻ്റെ ചോട്ടിൽ അടുത്ത് തന്നെ ഒരു ചെറിയ സ്റ്റിച്ച് കൊടുക്കുക. ഇങ്ങനെ തന്നെ അടുത്തടുത്തായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത്. ഇത് ലീഫ് ഫില്ല് ചെയ്യാനും പിന്നെ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് ഒക്കെ ഫില്ല് ചെയ്യാനായിട്ടാണ് ഈ സ്റ്റിച്ച് ഉപയോഗിക്കുന്നത്. അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതി. ഈ സ്റ്റിച്ച് ചെറിയ ത്രെഡിലും സെൽഫ് ത്രെഡിലും ചെയ്യാട്ടോ. തൊട്ടടുത്ത് തന്നെ ചെയ്ത് പോയാൽ മതി, എന്നാലേ കാണാനായിട്ട് ഭംഗിയുണ്ടാവും. ഞാനിവിടെ ഉപയോഗിക്കുന്നത് അയൺ നീഡിലാണ്. അയൺ നീഡിന് നമ്പർ ഒന്നുമില്ല. ഞാൻ തുടക്കത്തിലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ തുലിപ്പ് നീഡിലാണെങ്കിൽ 13, 14 നമ്പറുള്ള നീഡിലെടുത്ത് ചെയ്താൽ മതി. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്ത് പഠിക്കുക. കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്താൽ കയ്യിൽ വഴങ്ങും കേട്ടോ. തീരെ വഴങ്ങുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് വഴങ്ങിയതിന് ശേഷം ബാക്കി സ്റ്റിച്ചിലേക്ക് കടക്കുക. അപ്പോൾ ഇതാണ് ബട്ടൺ ഹോൾ ഫില്ലിംഗ് സ്റ്റിച്ച്. ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തന്നെ ഇത് ചെയ്യാട്ടോ. അതിൻ്റെ വീഡിയോ എൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചാനലിൽ ആദ്യമായിട്ട് കയറുന്നവരാണെങ്കിൽ ബാക്കി വീഡിയോസും കൂടെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ശരി, ബൈ.